പിന്നെയുള്ളത് രണ്ടാമത്തെ പാഠത്തിൽ ഫസ്റ്റ് തന്നെ സാറ് എഴുതുന്നത് അബ്ജക്റ്റീവ് ഓർഡേഴ്സ് ആക്കാൻ. അത് ഭയങ്കര ഈസിയാണ്. ജസ്റ്റ് ആ ഓർഡർ പഠിച്ചതിന് വേഗം കിട്ടും. പക്ഷെ അതുപോലെ തന്നെ എന്താണ് അടുത്തത് ക്യാപ്ഷൻ റൈറ്റിങ്. അപ്പോൾ ഈ രണ്ടും പഠിക്കാൻ ഈസിയാണ്. ക്യാപ്ഷൻ റൈറ്റിംഗ് വെച്ചാൽ ഒരു പിക്ചർ വന്നിട്ട് നമ്മൾ സാധാരണ റെക്കോർഡ് ചെയ്തിട്ടില്ല, അങ്ങനത്തെ സംഭവം. പിന്നെ ഉള്ളത് മറ്റേ ടൈഗർ എന്ന് പറഞ്ഞ പോയമില്ല, അത് ജസ്റ്റ് ഇങ്ങനെ മനസ്സിലാക്കുക. അതൊന്നും എക്സാമിന് ചോദിക്കുകയും ചെയ്യില്ല. എന്താണ് പിന്നെ എക്സാമിന് ചോദിക്കുന്നത് എൻഡേഞ്ചർഡ് സ്പീഷീസിനെ കുറിച്ച് ചോദിക്കും. എൻഡേഞ്ചർഡ് സ്പീഷീസ് എന്ന് വെച്ചാൽ അതായത് എൻഡേഞ്ചർഡ് എന്ന് വെച്ചാൽ ഇതുവരെ പോയത്, അതായത് വംശനാശം ഇങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങനത്തെ ആനിമൽസാണ് എൻഡേഞ്ചർഡ് ആനിമൽസ് എന്ന് പറയുന്നത്. ഇത് നോട്ടിൽ എഴുത്താണ് എന്തുകൊണ്ടാണ് ഇത് നടക്കുന്നത് നമ്മൾ. അപ്പം അതിങ്ങനെ ജസ്റ്റ് മനസ്സിലാക്കിയിട്ട് അപ്പം വായിച്ചിട്ട് ഇങ്ങനെ മനസ്സിലാക്കാം. പിന്നുള്ളതാണ് ഡിപ്തോങ്സ്. ഡിപ്തോങ്സ് എന്ന് വെച്ചാൽ ഓൾസോ നോൺ ആസ് ഗ്ലൈഡിങ് വവൽ. അതിലെ AI അതിലും മറ്റേ ഫോണറ്റിക്സ് ഇല്ലേ, ആ സംഭവം വൃത്തിക്ക് പഠിച്ചേക്കാം. ഫോണറ്റിക്സ് വൃത്തിക്ക് പഠിച്ചേക്കണേ. പിന്നുള്ളത് ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ സാധാ നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുന്നതിൻ്റെ ഹെഡിങ് എഴുതാം, ഡേറ്റ് എഴുതാം, കറസ്പോണ്ടൻ്റ് എഴുതാം. അവൻ്റെ ആ ഫോർമാറ്റ് ഉണ്ട്, നോട്ടിൽ കൊടുത്ത ഫോർമാറ്റ്. പാസ്റ്റ് ടെൻസിൽ എഴുതാം. പിന്നെ 34ാമത്തെ പേജിൽ ഫസ്റ്റ് കൊടുത്തതുണ്ട ബേബി സീലിനെ ഇതാക്കുന്നത് സ്കിന്നിന് വേണ്ടിയിട്ടാണ്, ഹെലിഫനെ കൊള്ളുന്നത് ഐവറിക്ക് വേണ്ടിയിട്ടാണ്, വെയിൽസിനെ കൊള്ളുന്നത് ഹണ്ട് ചെയ്യുന്നത് ഓയിലിന് വേണ്ടിയിട്ടാണ്. ഇത് 1 മാർക്കിന് അധികം ചോദിക്കുന്നതാണ്. ഇങ്ങനെ പഠിച്ചാൽ മതി. ബേബി സെൽ, സ്കിൻ, എലിഫന്റ്, ഐവറി, വെയിൽസ്, ഓയിൽ. അത് ബേ കിട്ടും. പിന്നെ ലീഫ്ലെറ്റിൽ അധികം ഓർ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കല്. പക്ഷെ ലീഫ്ലെറ്റ് എഴുതാൻ ഭയങ്കര ഈസിയാണ്. അതായത് ലീഫ്ലെറ്റ് എന്ന് പറയുമ്പോൾ ആദ്യം ഒരു മെയിൻ ഹെഡിങ് കൊടുക്കുക, അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ കൊടുക്കുക. പിന്നെ അതേ സംഭവം ആ ഹെഡിങ്ങിന് ടോപ്പിക്ക് ബ്രേക്ക് ചെയ്തിട്ട് ഓരോ ടോപ്പിക്ക് എഴുതുക. പക്ഷേ ആദ്യം മെയിൻ ഹെഡിങ് കൊടുക്കുക, പിന്നെ അതിനനുസരിച്ചിട്ടുള്ള ടോപ്പിക്ക് ഇങ്ങനെ ഹെഡിങ് കൊടുക്കുക. അതിൽ നമുക്ക് വേണമെങ്കിൽ ബുള്ളറ്റ് ആയിട്ട് കൊടുക്കുക, ഓരോ പോയിന്റ് ആയിട്ട് ഇങ്ങനെ കൊടുക്കുക. അങ്ങനെ സംഭവമാണ് ലീഫ്ലെറ്റ് എന്ന് പറയുന്നത്. പിന്നെയുള്ളത് ഇൻവിറ്റേഷൻ ലെറ്റർ. അതും സാധാ പോലെ തന്നെ നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുന്ന പോലെ. പിന്നെ ഡിബേറ്റ് ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും എക്സാമിന് ചോദിക്കുന്നതല്ലേ. എന്തായാലും മേ ബി ഇങ്ങനെ ചോദിക്കും, സ്വർണത്തിന് ഇങ്ങനെ വെഡിങ്ങിന് ഇങ്ങനെ പ്രാധാന്യം കൊടുക്കുന്നത്, അങ്ങനെ ഇതിലും. പിന്നെ മെയിനായിട്ട് സ്ട്രെസ് ചോദിക്കും, സ്ട്രെസ് മാർക്ക് ചെയ്യാൻ. അതാണ് സ്ട്രെസ്ഡ് വേർഡ് കോണ്ടന്റും അൺസ്ട്രെസ്ഡ് വേർഡ് സ്ട്രക്ചറൽ വേർഡ്സ് ആണ് പഠിച്ചേക്കുക. അത് 1 വേർഡിന് ചോദിക്കും. പിന്നെ 45ാമത്തെ പേജിൽ മറ്റേ കാർബണേറ്റ് സോഫ്റ്റ് ഡ്രിങ്ക്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിങ്ങനെ കഴിഞ്ഞ ഒരു എക്സാമിനായിട്ട് പോസ്റ്ററിന് വേണ്ടി ചോദിച്ചു. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ 1 വേർഡ് ചോദിക്കും. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ മനസ്സിലാക്കി വെക്കാം. പോസ്റ്ററായിട്ടും നമുക്ക് ഇങ്ങനെ അതായത് പോയിന്റ്സിൽ എഴുതി കൊടുക്കാം. അതുപോലെ തന്നെ മറ്റേ നമ്മൾ സീരിയസ്. പിന്നെ ഉള്ളത് റെസിപ്പി അധികം 46ാമത്തെ പേജിൽ. റെസിപ്പി അധികം കഴിഞ്ഞ കൊല്ലാന്ന് എന്തെങ്കിലും ഇഷ്ടമുള്ളതാക്കാന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഇല്ല, അധികം ഹെൽത്തി ഫുഡാണ് ചോദിക്കുന്നത്. പീല് കൊടുക്കുന്നത് കൊറിയൻഡർ കോഫിയാണ്. അത് ലാസ്റ്റ് നമുക്ക് ഇത് വേർഡൊന്നും അറിയൊന്നും ചെയ്യില്ല. കുമിൻ സീഡ്, ജാഗരി സിറപ്പ് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. ജാഗരി സിറപ്പ് ഈസിയാണ്. അപ്പോൾ ഇത് നമുക്ക് ചിലപ്പോൾ കിട്ടണമെന്നില്ല. അപ്പോൾ സാധാ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന പോലത്തെ ഹെൽത്തി തന്നെ ആക്കുക. കൊറിയൻഡർ കോഫി തന്നെ ആക്കണമെന്നില്ല. നമുക്ക് വേണമെങ്കിൽ ജാഗരി ടീ, ഇഞ്ചി ചായ എന്നെല്ലാം പറഞ്ഞിട്ട് കാണാണ്ട് പഠിച്ചിട്ട് പോകണ്ടല്ലോ. അതിൻ്റെ മെത്തേഡിൽ ഇങ്ങനെ പഠിച്ചു വെക്കാം. നമുക്ക് അഥവാ ഇതന്നെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ എല്ലാം ഇൻഗ്രീഡിയൻസ് എഴുതണമെന്നില്ല. നമ്മ ആക്കുന്ന പോലെ നമ്മൾ എഴുതല്, നമ്മൾ അങ്ങനെ എഴുതി കൊടുക്കാം. പിന്നെ 47ാമത്തെ പേജിൽ ഫേസൽ വെബിനെ കുറിച്ചിട്ടുണ്ട്. സിലബിൾ ഡിഫറെൻറ്റ് കുറേ ടൈപ്പ് ഓഫ് സിലബിൾ ഉണ്ട്. മോണോസിലബിക്, ട്രിസിലബിക്, പോളിസിലബിക്. അതെല്ലാം ഇങ്ങനെ അതെല്ലാം പഠിക്കും. എൻവയോൺമെന്റിനെ കുറിച്ചിട്ട് കൂടുതൽ പറയുന്നുണ്ട്. എൻവയോൺമെന്റ് അതായത് നമ്മുടെ ചുറ്റുള്ളതാണ് എൻവയോൺമെന്റ്. അത് ജീവനുള്ളതായാലും ജീവനില്ലാതായാലും അതെല്ലാം എൻവയോൺമെന്റ് ആണ്. അതെല്ലാം നല്ലോണം വായിക്കാം. കാരണം ഇതെല്ലാം ഇംഗ്ലീഷ് എത്ര പഠിച്ചാലും നമുക്കൊരു പൊതുവായിട്ടുള്ള ഇതുണ്ട്, ഇങ്ങനെയെന്ന് എഴുതാൻ കഴിയും. ഈ പാഠത്തിൽ ഇത്രേ പഠിക്കാനുള്ളൂ. ഈ പാഠം അധികം എൻവയോൺമെന്റ്, അങ്ങനത്തെ ആനിമൽസ്, സറൗണ്ടിങ്സ്, ഇങ്ങനത്തെ എല്ലാം കുറിച്ചിട്ടാണ് പറയുന്നത്. അതിൻ്റെ ഇടക്കാട്ട് ഗ്രാമർ, സിലബിൾസും സ്ട്രെസ് മാർക്കെല്ലാം വരുന്നത്. ഈ പാഠം എന്താണെന്ന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇതാക്കാം.